അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ? എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. മുട്ടക്കറി ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം ഗ്യാസ് കത്തിക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഉണ്ടാവാം എൻ്റെ മുട്ടക്കറിക്ക് എന്താ ഇത്ര സാധനങ്ങളുള്ളൂ. ഞാൻ എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെറിയൊരു മുട്ടക്കറി ഉണ്ട്. കടു ഇട്ടിട്ടുണ്ട്. കടു ഇപ്പം പൊട്ടും. കടു പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് സവാള കടു പൊട്ടിക്കും. സവാള ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് റെഡിഷ് കളറാകുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഉള്ളി ഒന്ന് വഴറ്റിക്കളയാം. കണ്ടോ, നമ്മുടെ ഉള്ളി ഒന്ന് റെഡിഷ് കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ടേസ്റ്റ് കൂടും. അതൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സാകുന്നത് ഉള്ളിയുമായിട്ട് മിക്സാകുന്നത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയുമായിട്ട് നല്ല മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ ഇടാം. ആദ്യമായി പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി, അത് കഴിഞ്ഞ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. എനിക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇടാം കേട്ടോ. അതേ നല്ല രീതിയിൽ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് കരിഞ്ഞെന്നൊക്കെ തോന്നുന്നു. കരിഞ്ഞില്ല കേട്ടോ. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെ കാണുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് മുട്ടക്കറി. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇതൊന്ന് തിളച്ചാൽ നമുക്കിതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം ഇടാൻ മറക്കരുത്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പെല്ലാം ഞങ്ങളുടെ കറിയിലൊന്ന് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുട്ടയിടാം. പിന്നെ ഒരു കാര്യം, മുട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ മുട്ടയിടാൻ ഇങ്ങനെ ചെറിയ വര കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് മുട്ടയിലൊന്ന് മസാല പിടിക്കുന്നവരെ 2 മിനിറ്റ് വെച്ചിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇത് എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ് കണ്ടിട്ട് കുറ്റമൊന്നും പറയരുത്.